നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാളിൽ ലഹരി സംഘം വിദ്യാർത്ഥിയെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത ഒരാളടക്കം 3 കൗമാരക്കാർ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ 19 വയസ്സുള്ള മുബഷിർ, 18 വയസ്സുള്ള മുഹമ്മദ് യാസിൻ, പൊന്നാനി സ്വദേശിയായ 17 വയസ്സുകാരനുമടക്കം 3 പേരെയാണ് ചങ്ങരംകുളം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. എടപ്പാൾ പൊന്നാനി റോഡിൽ വെച്ച് കുറ്റിപ്പാല സ്വദേശിയായ 17-കാരനോട് സംഘം സഹപാഠിയായ വിദ്യാർത്ഥിയുടെ നമ്പർ ചോദിച്ചു. നമ്പർ കയ്യിലില്ല എന്ന് പറഞ്ഞതോടെ കയ്യിൽ കരുതിയ വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ സംഘം വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഇതിനിടെ റോഡിലൂടെ പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും പോലീസിനെ കൈമാറുകയും ചെയ്തു. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ ചങ്ങരംകുളം പോലീസ് ഇവരെ പിന്തുടരുകയും ചെയ്തു. പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ യുവാവിനെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് ഇറക്കിവിട്ട ശേഷം സംഘം രക്ഷപ്പെട്ടു. ചങ്ങരംകുളം CI ഷൈനിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്തെ ലഹരി സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ 3 പേരെയും പോലീസ് പിടികൂടിയത്. കൗമാരക്കാരായ സംഘം ലഹരി ഉപയോക്താക്കളും ഇടപാടുകാരുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമർത്തിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മദ്രസ അധ്യാപകനെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. മലപ്പുറം അരപ്പൻകുഴി കീഴാറ്റൂർ ചുള്ളി വീട്ടിൽ 51 വയസ്സുള്ള സെയ്താലിയാണ് പിടിയിലായത്. മഞ്ചേരി അരിപ്ര ഭാഗത്ത് നിന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നത്. പള്ളിയിൽ ദർശനെത്തിയ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ സെയ്താലി പീഡനത്തിനിരയാക്കുകയായിരുന്നു. പോക്സോ കേസ് ചുമത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. പട്ടാമ്പിയിൽ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച ജില്ലാതല നിക്ഷേപ സംഗമവും സാങ്കേതിക ശില്പശാലയും സംഘടിപ്പിക്കും. ശങ്കരമംഗലം ബോഗൻവില്ല ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന RAMP പദ്ധതിയുടെ ഭാഗമായാണ് പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം സംരംഭകർക്കായി ടെക്നോളജി ക്ലിനിക്കും ഇൻവെസ്റ്റ്മെന്റേഴ്സ് മീറ്റും സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി ബോഗൻവില്ല ഓഡിറ്റോറിയത്തിൽ നാളെ രാവിലെ 9:30 പരിപാടിക്ക് തുടക്കം കുറിക്കും. ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശില്പശാലയുമാണ് ഈടെ വെച്ച് നടക്കുന്നത്. മന്ത്രി P. രാജീവ് സംഗമം ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച പദ്ധതിയാണ് RAMP. സംരംഭക മേഖലയിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന വേദിയാണ് ടെക്നോളജി ക്ലിനിക്. നവീന ആശയമുള്ള സ്റ്റാർട്ടപ്പുകളും പ്രമുഖ നിക്ഷേപകരും ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം ഇൻവെസ്റ്റേഴ്സ് മീറ്റിലും പങ്കെടുക്കുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലം വ്യവസായ സൗഹൃദമാക്കുന്നതിനും നിക്ഷേപങ്ങൾ ആകർഷിപ്പിക്കുന്നതിനും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും യുവതയെ വ്യവസായ രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പരിപാടി നടത്തുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. റാമ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ തലത്തിൽ തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. വ്യത്യസ്തമായ ചർച്ചകൾ, പാനൽ ചർച്ചകൾ, അതുപോലെ തന്നെ പ്രസന്റേഷൻസ് ഒക്കെ തന്നെ ഇതിലുണ്ടാവും. പിന്നെ പുത്തൻ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന സെഷൻ ഉണ്ടാവും. അതോടൊപ്പം നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അവരുടെ അതുപോലെ ആശയങ്ങളുള്ള ആളുകൾക്ക് ഒക്കെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള വേദി കൂടിയാണ്, അവർക്കുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാകും. സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഇന്ന് കേരളത്തിലൊരു നൂതനമായ മേഖലയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. അപ്പം അതുകൊണ്ട് സ്വകാര്യ വ്യവസായ പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി ഈ പരിപാടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. 10 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കറിലധികം സ്ഥലമുള്ള ആളുകൾക്ക് വ്യവസായ പാർക്ക് തുടങ്ങണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റേഷൻ കൂടി ഈ പരിപാടിയിൽ ഉണ്ടാകും. ചാലിശ്ശേരി പഞ്ചായത്തിലെ UAE-യിൽ ഉള്ളവരുടെ കൂട്ടായ്മ എന്റെ ചാലിശ്ശേരി പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദുബൈ റാഷിദിയ പാർക്കിൽ വെച്ച് ഇഫ്താർ സംഗമം നടത്തി. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നും കൂട്ടായ്മ അംഗങ്ങളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 500ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് ദീപേഷ് ചാലിശ്ശേരി, ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ട്രഷറർ ഫൈസൽ പാളിക്കാട്ടിൽ, ഫക്രുദ്ദീൻ ആലിക്കര, സതീഷ് ആലിക്കര, ഫിറോസ് ഹസൻ, KA ഷാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടർ KG പൗലോസിന്റെയും പ്രൊഫസർ TK സരളയുടെയും അശീതി ആഘോഷത്തോടനുബന്ധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ചയാണ് പരിപാടികൾ നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരു പതിറ്റാണ്ടിലേറെ കാലം അധ്യാപകരായിരുന്ന ഡോക്ടർ KG പൗലോസ്
പ്രൊഫസർ ടി കെ സരള എന്നിവരുടെ അശീതി ആഘോഷത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഈ മാസം 27-ന് ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജിലെ സംസ്കൃത വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികൾ, പട്ടാമ്പിയിലെ പൗരാവലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗുരുവന്ദനം ഒരുക്കിയിരിക്കുന്നത്. 27-ന് രാവിലെ 10 മണിക്ക് മന്ത്രി MB രാജേഷ് ഗുരുവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ഡോക്ടർ P രാജേഷ് കുമാർ, ഡോക്ടർ PM വാര്യർ തുടങ്ങിയവരും പങ്കെടുക്കും. തുടർന്ന് പുസ്തക പ്രകാശനം, പ്രഭാഷണങ്ങൾ, പട്ടാമ്പിക്കാലം എന്ന പേരിൽ സൗഹൃദ സമ്മേളനം, കലാസന്ധ്യ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. 10 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ MLA ശ്രീ മുഹമ്മദ് മൂസി ഇതിൻ്റെ അധ്യക്ഷത വഹിക്കും. ഇതിൻ്റെ മുഖ്യപ്രഭാഷണവും സമാദരവും നടത്തുന്നത് തിരൂരിലുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമയാണ്. അതുപോലെ തന്നെ പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി O ലക്ഷ്മിക്കുട്ടി, അതുപോലെ തന്നെ കേരള കലാമണ്ഡലത്തിൻ്റെ രജിസ്ട്രാർ ഡോക്ടർ C രാജേഷ് കുമാർ, അതുപോലെ തന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ തുടങ്ങിയ അധ്യാപന ഗവേഷണ രംഗങ്ങളിലും കലാ സാംസ്കാരിക രംഗത്തും സംഘടനാ രംഗത്തും അക്കാദമിക് മേഖലയിലുമെല്ലാം സാമൂഹ്യ ബോധത്തോടെ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരായിരുന്നു ഇവരെന്നും സംഘാടകർ സൂചിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പട്ടാമ്പിക്കാലം സൗഹൃദ സമ്മേളനത്തിൽ ഡോക്ടർ CM നീലകണ്ഠൻ മോഡറേറ്ററാവും. പ്രൊഫസർ CP ചിത്ര, VM ഗിരിജ, MG ശശി, കണ്ണൻ പെരുമിടിയൂർ തുടങ്ങിയവരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കും. തുടർന്ന് ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണേന്ദു അവതരിപ്പിക്കുന്ന നങ്ങ്യാർ കൂത്ത്, പട്ടാമ്പി കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംസ്കൃത നാടകം തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ സുഷമ, ഉണ്ണികൃഷ്ണൻ ചാഴിയാട്ട്, ഡോക്ടർ A വാസു, PM വാസുദേവൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഈ രണ്ടുപേരും ദീർഘകാലം, കൃത്യമായി പറഞ്ഞ 68 മുതൽക്ക് 86 വരെയുള്ള കാലയളവിൽ ഈ കോളേജിൽ അധ്യാപകരായിരുന്നു. സംസ്കൃത വിഭാഗത്തിൻ്റെ മേധാവികളായിരുന്നു. അപ്പോൾ അവരുടെ അശീതി ആഘോഷം പട്ടാമ്പിയിലും സംഘടിപ്പിക്കണം എന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു താല്പര്യം കണക്കിലെടുത്താണ് ഈ പരിപാടി 27-ാം തീയതി ഗുരുവന്ദനം പട്ടാമ്പി എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ഈ 2 അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടിയ അധ്യാപകരാണ്. കാരണം ഒരു കാലഘട്ടത്തിലെ സംസ്കൃതത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി വളരെ ഒരു ദിശാബോധം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അധ്യാപകരാണ്. എന്നു മാത്രമല്ല, അവർ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം, സംസ്കൃത വിഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് വളരെയധികം സ്നേഹപൂർണമായ പെരുമാറ്റത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒരു കേന്ദ്രമായി മാറി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ മലയാളം വിഭാഗം മേധാവി HK സന്തോഷിന് കോളേജിൽ യാത്രയയപ്പ് നൽകി. അദ്ദേഹം രചിച്ച കൃതിയുടെ പ്രകാശനവും നടന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ HK സന്തോഷിനാണ് സമുചിതമായ യാത്രയയപ്പ് നൽകിയത്. ഇതോടൊപ്പം സന്തോഷ് രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ഡോക്ടർ സുനിൽ P ഇളയടം യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സാഹിത്യീയതയുടെ വൈജ്ഞാനിക മാനങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണവും നടത്തി. ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് പ്രവേശിച്ച സന്ദർഭത്തിലാണ് 1998 സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ ഒരുമിച്ചാണ് ഞങ്ങൾ ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് കുറച്ച് വർഷങ്ങൾ മാത്രമാണ് സന്തോഷ് അവിടെ പ്രവർത്തിച്ചത്. ഗവൺമെൻറ് സർവീസിൽ തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സന്തോഷ് അവിടെ നിന്ന് ഈ മേഖലയിലേക്ക് മാറുകയും ദീർഘകാലമായി ഇവിടെ അധ്യാപകനായി തുടരുകയുമാണ് ചെയ്തത്. എങ്കിലും ഞങ്ങളുടെ സർവകലാശാലയിലെ തുടക്കകാലത്ത് പ്രത്യേകിച്ചും മലയാള പഠനത്തെ സംബന്ധിക്കുന്ന ചില പുതിയ ആലോചനകൾ പ്രൊഫസർ കറിയ സക്കറിയയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന കാലത്ത്
ആ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒരാളായിട്ട് സന്തോഷ് അവിടെ ഉണ്ടായിരുന്നു. പവിത്രനും പ്രദീപൻ പാമ്പരിക്കുന്നും അജയനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വളരെ സജീവമായ ഒരു അക്കാദമിക കൂട്ടായ്മ സർവകലാശാലയിൽ പ്രവർത്തിച്ച സമയത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാനത്തെ സംബന്ധിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകളെ PI ലതിക ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ PP പ്രകാശൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ശ്രീവത്സൻ ഏറ്റുവാങ്ങി. ഡോക്ടർ KM അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. MR അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. K രാജേന്ദ്രൻ, പ്രിൻസിപ്പൽ CD ദിലീപ്, PP രാമചന്ദ്രൻ, CP ചിത്രബാനു, UP ജയപ്രകാശ്, P ഗീത, P രാമൻ, KB റോയ്, അബ്ദുൾ റഷീദ്, രശ്മി, EM സുരജ, ഷാജിഖാൻ, M പ്രദീപ്, CP ബിജു, NK ജമീൽ അഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. HK സന്തോഷ് മറുപടി പ്രസംഗവും നടത്തി. കപ്പൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉച്ചനടത്തവും ലഹരിവിരുദ്ധ സദസ്സും നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിഷി ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ഫാത്തിമ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ K ബാബു നാസർ, P മാധവദാസ്, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ MT ഗീത, P ഇന്ദിര, CK ശോഭന, AM റുക്കിയ ഹംസ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, UDF കോൺഗ്രസ് വിവിധ പോഷക സംഘടനാ നേതാക്കളും സംസാരിച്ചു. പ്രസിദ്ധമായ പട്ടാമ്പി വള്ളൂർ ഗുരുതിയൻകാവിലെ പൂരാഘോഷത്തിന് കൊടിയേറി. ഈ മാസം 30-നാണ് പൂരം. പരതൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിന് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ വിതരണോദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരതൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിന് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ വിതരണോദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, മെമ്പർമാരായ സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, P രമണി, അനിത രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, പ്ലാൻ റിസോഴ്സ് പേഴ്സൺ രാമദാസ് പരുതൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരമം. കൂറ്റനാട് കട്ടിൽമാടം ചാലിപ്പുറത്ത് മുല്ലയ്ക്കൽ കൃഷ്ണൻ വൈദ്യർ നിര്യാതനായി. 90 വയസ്സായിരുന്നു. ദീർഘകാലമായി വാവന്നൂർ സെന്ററിൽ ആയുർവേദ മരുന്നുകട നടത്തിവരികയായിരുന്നു. കമലാക്ഷിയാണ് ഭാര്യ. വേലായുധൻ, സുരേഷ് കുമാർ, കനകദാസ്, മണികണ്ഠൻ, ഗീത, ജാനകി എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.